നമസ്കാരം. നമസ്കാരം. ഭവാനിക്കുട്ടിയല്ലേ? ഭവാനിക്കുട്ടിയാ? അതെ, ഭവാനിയാണ്. കണ്ടിട്ട് എത്ര പെട്ടെന്ന് മനസ്സിലാവാൻ എന്ത് പറ്റി? കുറെ കാലമായില്ലടാ. എല്ലാവർക്കും ചായ ആകാമല്ലോ. ആവാലോ. ആദ്യം കുറച്ച് സംസാരിച്ചിട്ടാവട്ടെ ചായ. കനകം, പോയി ചായ എടുക്കും. உங்களுக்கு எல்லாம் சக்கரை போடலாமா டீல? ഓ, ഞങ്ങൾക്കാർക്കും ഷുഗറൊന്നുമില്ല. ഇഷ്ടംപോലെ വായിക്കൊരിട്ടോ. கடுப்பம் ஜாஸ்தியா பிடிக்குமா இல்ல லைட்டான டீ பிடிக்குமா? ആന്റി സാധാരണ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു മീഡിയം ചായ. മാഴൂര് പടവലത്ത് തന്നെയല്ലേ എപ്പോഴും താമസം? ഇടയ്ക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കുമല്ലേ? അങ്ങനെയല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു. ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അതിന് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോണു. അമ്പലത്തിങ്ങള് അറിയില്ലേ? അമ്പലത്തുംകര. ആ പിന്നെ എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇവിടെ അറിയിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കാതെയാണല്ലോ പല കാര്യങ്ങളും നടക്കുന്നത്. കുട്ടമ്പിള്ള അദ്ദേഹം മരിച്ചിട്ട് അധികം ആയില്ലല്ലേ? നനച്ചിരിക്കാതങ്ങ്. ഏതായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. പടവലത്തുനിന്ന് ചിലപ്പോ അമ്മൂമ്മ ഇവിടെ വന്ന് നിൽക്കുന്നതിനെ പറ്റിയായിരിക്കും. അങ്ങനൊരു ഉറച്ച തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. കുറച്ച് അവിടെ നിൽക്കാം, കുറച്ച് ഇവിടെ നിൽക്കാം, അങ്ങനെ അങ്ങോട്ട് പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് സംസാരിക്കും. ഞാൻ അവസാനം സംസാരിച്ചോ. കാലം പഴയ കാലമൊന്നും അല്ലല്ലോ. അല്ലപ്പ ഇത് ആരുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യം പറയണേ? ഭവാനിക്കുട്ടി അടുത്ത്. ഭവാനിക്കുട്ടിക്ക് ഇഷ്ടമുണ്ട് സംസാരിച്ചാൽ മതി കേട്ടാ. എനിക്ക് കണ്ടപ്പോഴേ ഓക്കെ. ഞങ്ങൾക്ക് ഇഷ്ടമായി. അല്ല, നിങ്ങൾ റെസിഡൻസുകാർ എന്നോടെന്തോ സംസാരിക്കാനാ? എന്തെങ്കിലും പരിപാടിയുടെ കാര്യമാണെങ്കിൽ പിള്ളേരോട് സംസാരിച്ചാ പോരെ? റെസിഡൻസുകാരോ? ഞങ്ങള് റെസിഡൻസുകാരൊന്നും അല്ല. ഓ, നിങ്ങൾ പിറവത്ത് കൃഷിഭവനിൽ നിന്ന് വന്നവരാ അല്ലയോ? ഞങ്ങൾ ഭവാനിക്കുട്ടിയെ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാ. ഇവർക്കിനി വീട് മാറി വല്ലതും വന്ന് കയറിയതാണെങ്കിലോ? അതാവാനേ ചാൻസ് ഉള്ളൂ. ഭവാനിക്കുട്ടി എന്ന് പറയണത് ചിലപ്പോ അറിയാവുന്നവരായിരിക്കും. വേറെ ഏതെങ്കിലും ഭവാനിക്കുട്ടിയാണെങ്കിലോ? നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അമ്മമാരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ശരിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങക്ക് വീട് മാറിപ്പോയാലൊന്നും അല്ലല്ലോ? വീട് മാറിപ്പോയിട്ടൊന്നുമില്ല. ഇതന്നെയല്ലേ പാറമട വീട്? പാറമട വീട് ഇത് തന്നെയാ. എന്നാലേ ഇതാ ഭവാനിക്കുട്ടിയെ പെണ്ണ് കാണാൻ വന്നാ ഞങ്ങള്. ആരാണ് നിന്റെ ഭവാനിക്കുട്ടി? എന്റെ വായിന്നെല്ലാം കേൾക്കും കേട്ടാ. അമ്മമ്മ ഇവര് നമ്മുടെ ഗസ്റ്റ് ആണല്ലോ. അപ്പൊ ഗസ്റ്റിനോട് നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് ചിന്തിച്ചു വേണ്ടേ പെരുമാറാൻ? അതെ അല്ലേ അളിയാ? അളിയാ, എന്താണെങ്കിലും ഇവര് നമ്മുടെ അമ്മുമ്മയെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നതല്ലേ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ബാക്കി മുറക്കി നടക്കട്ടെ. പിന്നെ അപ്പൂപ്പന്മാരെ, നമ്മൾ കുറച്ച് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പോഴത്തെ കാലം എന്നൊക്കെ പറയുന്നത് ഭാര്യയോ ഭർത്താവോ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത കല്യാണം. അത് ആക്ച്വലി നോർമലാണ്. അതെ സംഭവം ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണല്ലോ അതല്ലേ? അമ്മൂമ്മയുടെ കല്യാണത്തിന് ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുക്കാം. சரி, நான் ஒரு விஷயம் கேட்கட்டா? இந்த கல்யாண ஆலோசனை உங்கள்ட்ட யாரு சொன்னாங்க? അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. ആര് കൊണ്ടുവന്നാലെന്താ? കുട്ടിക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞാ പോരെ? കുട്ടി ആരാണ് തന്റെ കുട്ടി? എടോ, എന്റെ പേര് ഭവാനിയമ്മേന്നാ. എന്നെ കുട്ടി വിളിച്ചേക്കരുത് കേട്ടാ. ഞങ്ങൾക്ക് കുട്ടീന്ന് വിളിക്കുന്ന ഇഷ്ടം. കുറെ നേരമല്ല ഞങ്ങളെന്ന് പറയുന്നേ. നിങ്ങൾ 4 പേരും കൂടെ അമ്മൂമ്മ കല്യാണം കഴിക്കാൻ പോവാ? ഒരാള് കല്യാണം കഴിച്ചാ മതി. അതാരാന്ന് തീരുമാനിക്കും. എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ? നാളൊക്കെ കുറച്ച് മാറും. എറിയും കേട്ടാ. എന്റെ നാട്ടി പറഞ്ഞു വരുന്നുണ്ട് കേട്ടാ. അമ്മ പോട്ടെ വിട്. അല്ല അപ്പൂമ്മരെ,
നിങ്ങളെല്ലാവരും എങ്ങനെ ഇതുവരെ നടന്നു വന്നത്? ഓ, പറഞ്ഞൊരു പെണ്ണ് കാണാൻ വന്നേ ഉള്ളൂ അല്ലേ, കഴിഞ്ഞാലും വരും. എന്നാലും അമ്മമാര് പറ എങ്ങനെ ഇവിടെ എത്തി? ഒരു ബ്രോക്കർ മുഖേന വന്നതാ. ബ്രോക്കറാ? ഏത് ബ്രോക്കർ? എനിക്ക് സാധാരണ പെണ്ണ് നോക്കണതേ നാട്ടിലൊരു ബ്രോക്കറാ, പക്ഷെ ഈ ആലോചന കൊണ്ടുവന്നത് ഇവിടുത്തെ ഒരു ബ്രോക്കറാ. ആ മഹാന്റെ പേരൊന്ന് പറയാവോ? സിംഗപ്പൂർ ബാസി. അങ്ങനെ വരട്ടെ. ഇപ്പോളേ ഞാനൊന്ന് വിളിക്കട്ടെ ബ്രോക്കറിനെ, എന്നിട്ട് നമുക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. തീരുമാനിക്കുമ്പോഴേ കൂടുതൽ പ്രായക്കൂടുതലുള്ളതും വയ്യാത്തതും എനിക്ക് തന്നെ ഉറപ്പിക്കണേ. ഉറപ്പിക്കാം. ആ വാസ്യങ്ങളെ, എന്റെ വാസ്യങ്ങൾ എവിടാ? ആണോ? ആ പിന്നെ ബ്രോക്കർ പറഞ്ഞു വിട്ടാ ചെക്കന്മാരുടെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടേ. ഓ നിരന്ന് നിക്കണ്. ഓ ഇഷ്ടപ്പെട്ടില്ല, ഐ മീൻ ഇഷ്ടപ്പെട്ടു, പക്ഷെ ആര് തെരഞ്ഞെടുക്കണമെന്ന് ഒരു കൺഫ്യൂഷൻ പെണ്ണിന്. ആ ചോദിക്കാം. എവിടാ? വാ വാ വാ, ഓടി വാ. ആ അങ്കിളെ, ഇത്രയും വിശേഷപ്പെട്ട ചടങ്ങൊക്കെ സംഘടിപ്പിച്ചിട്ട് അങ്കിള് ഒളിച്ചു നിക്ക? ഒളിച്ചിരുന്നാ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇങ്ങോട്ട് വരാതെ വിചാരിച്ച്. മാമിയേ സന്തോഷായ? പിന്നെ എനിക്കത് സന്തോഷമായി. ഇതിപ്പോ ഒരു സന്തോഷം ഇനി വേറെ എന്തോ ഉണ്ട്. നീയേ എന്റെ മനസ്സറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങളെ എല്ലാരും മനസ്സും ചിന്താഗതി അറിഞ്ഞാണ് ബാസി ഓരോന്നും ചെയ്യണത്. ഞാൻ നിങ്ങളെ കുടുംബത്തിലുള്ള ഒരാളാണ്, അത് മനസ്സിലാക്കി. ഭാഷ്യങ്ങളെ, സത്യം പറഞ്ഞ അമ്മൂമ്മയുടെ ഈ ഒറ്റപ്പെടല് കാരണേ അമ്മൂമ്മക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞങ്ങൾ തപ്പി നടക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി. മാമി ഒറ്റപ്പെട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് കിടന്ന് കറങ്ങിയപ്പോഴേ എനിക്ക് പിടികിട്ടിയ സംഭവം എന്താണെന്ന്. അതല്ലേ കൊണ്ടുവന്നത്. അതെ, ആരാ? വലിയ പുള്ളിയാ. വാസ്യങ്ങളെ, ഓ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പടവലത്ത് അടിക്കല്ലോ അല്ലേ? പിന്നെ സ്ത്രീധനമായിട്ട് അങ്ങനെ പടവലം വല്ലതും എഴുതി കൊടുക്കുക, അങ്ങനെ വല്ല പ്ലാൻ വല്ലതും ഉണ്ടോ? 10-20 ഏക്കർ കാണുമായിരിക്കും അല്ലേ എവിടെ? പടവലത്ത്. ആ കാണും. അയ്യോ, പടവലത്ത് മാത്രമല്ല, അങ്ങ് ചോനറത്തയിലും ഉണ്ട്. എല്ലാം കൂടെ ഒരു 100 ഏക്കർ കാണും. പിന്നെ ഭാസിയെ, മാമി കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലേ ഇവര് ചിലപ്പം വല്ലതും തരുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ നിനക്ക് കാര്യമായിട്ട് വല്ലതും തരണ്ടായോ? മാമി നിങ്ങളുടെ അടുത്ത് എങ്ങനെ ചോദിച്ച് വാങ്ങിക്കാന്ന് പറഞ്ഞ ഒരു ബ്രോക്കർ ഫീസ് പോലെ. എന്നാലും മാമി എന്തെങ്കിലും അറിഞ്ഞു തന്നാ? അല്ല, ഭാസിമോൻ പറ എന്താ വേണ്ടുന്നെന്ന് മോനങ്ങ് പറ. അല്ല മാമി അറിഞ്ഞു തന്നാ മതി. മാമി മാമിയുടെ മനസ്സറിഞ്ഞങ്ങ് തന്നാ മതി. ഓ തരട്ടെ എന്നാ. ഓ അല്ല, ബ്രോക്കർ പോയി, ഇനി നിന്നാ ബ്രോക്കറിന് കിട്ടേണ്ട ബാക്കിയോടെ മേടിച്ചിട്ട് പോവാ. എന്താ പറയണ്? എന്റെ വീട്ടിൽ ഇറങ്ങിക്കണം. ഒരു കല്യാണം കൂടാന്ന് വിചാരിച്ച അതങ്ങ് പോയി.